ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഡിഷാണ്. പുളിയിലയും കൊഴുവയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് പരലും പുളിയിലയുമാണ് ആക്ച്വലി ഈ ഡിഷിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പുളിയില എന്ന് പറയുമ്പോഴേക്കും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് വാളംപുളിയുടെ ഇലയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. വളരെ തളിരിലകളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്ന ഒരു പുളിയിലയാണ് ഞാറൻ പുളിയില. അപ്പോൾ ഈ കാണുന്നതാണ് ഞാറൻ പുളിയില. ആക്ച്വലി ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ഹിബിസ്കസ് ഹിസ്പിഡിസിമസ് എന്നാണ്. ഇംഗ്ലീഷിൽ ലോക്കൽ നെയിമിന് ഇതിൻ്റെ ബ്രിസ്ലി ഹിബിസ്കസ് എന്ന് വിളിക്കും. മലയാളത്തിലാണെങ്കിൽ ഞാറൻ പുളി എന്ന് വിളിക്കും. തമിഴിലാണെങ്കിൽ മലൈ പുളിക്കൈ, ഹിന്ദിയിലാണെങ്കിൽ വൻ ഗുർഹൽ. അപ്പോൾ ഇത് യൂഷ്വലി ഇന്ത്യയിലൊക്കെ ഇഷ്ടംമാതിരി കാണുന്ന ഒരു പുളിയിലയാണ്. അതുപോലെ തന്നെ ഇവിടെ കേരളത്തിലാണെങ്കിൽ ഈ വഴിയുടെ സൈഡിലൊക്കെ ഒരുപാട് കാട് പോലെ പടർന്നു കിടക്കുന്ന ഒരു പുളിയാണ്. ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അതായത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്ട്സ് ഉണ്ട്, പിന്നെ ഡൈജസ്റ്റീവ് എയ്ഡ് ആണ്, പിന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യും, പിന്നെ സ്കിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററുമാണ്. അപ്പം നമുക്കിനി ഡിഷിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പരലിന് പകരം ഇവിടെ എടുത്തേക്കുന്നത് കൊഴുവയാണ്. കൊഴുവ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. പരലിനേക്കായും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷാണ്. മീൻ എത്ര ചെറുതാകുമ്പോൾ അത്രയും നല്ലതാണ്. സൂചിക്കൊഴുവയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിയില അരയ്ക്കുക എന്നുള്ളതാണ്. അതും പല ട്രിപ്പുകൾ ഇട്ടിട്ട് അരയ്ക്കണം. കാരണം ഇതൊരു കൊട്ട പുളിയില ഉണ്ടെങ്കിലും അരച്ച് വരുമ്പോഴേക്കും അത് ചെറിയൊരു ബോളിൻ്റെ അത്രേ കാണും. ഇതിപ്പോൾ നമ്മൾ മിക്സിയിലിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. പണ്ടൊക്കെ അമ്മിക്കല്ലിൽ വെച്ചിട്ട് ആണ് അരച്ചുകൊണ്ടിരുന്നത്. മിക്സിയിൽ നന്നായിട്ട് അരയാനായിട്ട് ആദ്യം പുളിയില കുനുകുനാന്ന്, പിന്നീട് നമ്മൾ വാഴയിലകളൊക്കെ വെട്ടി കഴുകി തുടച്ചെടുക്കണം. ഒരു ട്രിപ്പ് ഉണ്ടാക്കുന്നതിന് തന്നെ 4 വാഴയിലയ്ക്ക് അടുത്ത് വേണം. പിന്നീട് നമ്മൾ ഒരു 8-10 ചുവന്നുള്ളിയും ആവശ്യത്തിന് കാന്താരി മുളകും, അതായത് എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി മുളകും, പിന്നെ 1 കപ്പ് തേങ്ങയും, അതായത് ചിരകിയ തേങ്ങയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് അരഞ്ഞു കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നന്നായിട്ട് അരയ്ക്കണം. ഈ ഒരു ലെവലിലേക്ക് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ ആദ്യം അരച്ച് വെച്ചേക്കണ പുളിയിലയുടെ കൂടെ ഇതിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കണം. നല്ല കുഴമ്പ് പരുവത്തിന് അരച്ചെടുക്കണം. നല്ലൊരു തിക്ക് സ്ലറി പോലെ ആവാനായിട്ട് ഒരു ശകലം വെള്ളം ചേർത്താലും കുഴപ്പമില്ല. പാകമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പിന്നീട് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കി അത് കറക്റ്റ് ചെയ്തിട്ട് വേണം ഇത് ഫൈനലി ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വാഴയില ഒന്ന് വാട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാട്ടിയെടുക്കുന്നത് ബേസിക്കലി വാഴയ്ക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ കിട്ടാനും പിന്നെ അത് നന്നായിട്ട് ഉണങ്ങാനുമായിട്ടാണ്. നമ്മൾ ആദ്യം അരച്ച് വെച്ചേക്കുന്നത് നമ്മൾ വാഴയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ഒഴിക്കില്ല, ആ വാഴയിലയിൽ ഒതുങ്ങാൻ പാകത്തിനാണ് ഒഴിക്കുന്നത്. ഇനി നമ്മൾ മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചേക്കുന്ന കൊഴുവ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ആ അരച്ച് വെച്ചേക്കുന്നതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്യാം. മീൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ദോശക്കല്ല് ഒന്ന് ചൂടാക്കി വെക്കണം, നല്ല രീതിക്ക് ചൂടാവണം. അതിനുശേഷം ഒരു 4-5 വാഴയില അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ വാഴയിലയിൽ വെച്ചേക്കുന്ന മിശ്രിതം അങ്ങോട്ടേക്ക് വെക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു. അപ്പോൾ ഈ കാണുന്ന വഴി നമ്മൾ അത് വെക്കുക, അടുപ്പത്ത് വെക്കുക. അതിനുശേഷം അത് വേറെ വാഴയില വെച്ചിട്ട് വേറൊരു 1-2 വാഴയില വെച്ചിട്ട് മൂടുക. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കത്ത് പിടിക്കും. അതുപോലെ തന്നെ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് സെറ്റായി വരാനായിട്ട്. അപ്പം നമ്മുടെ കൊഴുവയും പുളിയിലയും വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കൊഴുവയൊക്കെ അത്യാവശ്യം നല്ല വെന്ത് വെണ്ണ പോലെ ആയിട്ടുണ്ട്, നല്ല ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞു പോരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഈ പുളിയിലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ചും കൂടി ഒരു പഞ്ചി ടാങ്കി ഫ്ലേവറാണ്. ഈ പുളിയില വെച്ചുണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ ഡാർക്ക് സാപ്പ് ഗ്രീൻ കളറാണ് കിട്ടുക. അതേസമയം തന്നെ നമ്മൾ വാളംപുളിയുടെ ഇലയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇതിനൊരു ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും. അതുപോലെ തന്നെ ഇത്രയും പഞ്ചി ടാങ്കി ഫ്ലേവർ ഉണ്ടാവില്ല, കുറച്ചും കൂടി ഒരു ലൈറ്റർ ഫ്ലേവർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനൊരു യുണീക്ക് നൊസ്റ്റാൾജിക് ടേസ്റ്റ് ഉണ്ട്. എനിക്ക് അത്യാവശ്യം പുളിയുള്ള നല്ല ടാങ്കി ടേസ്റ്റുള്ള ഫുഡ് ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് കൊഴുവ പുളിയില ഇട്ട് വെച്ചതെന്ന് പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെയാണെങ്കിൽ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ഓൾറെഡി കഴിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റിൽ കൊടുക്കാം.